ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ബ്രെഡും മാങ്ങയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ റെസിപ്പി കണ്ടോക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഇത് 2 മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുള്ള പൾപ്പാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിക്കണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു മാംഗോ പൾപ്പ് ഒന്ന് തിക്കായിട്ട് വരണം. ഇതാ ഈ ഒരു പാകത്തിൽ തിക്കായിട്ട് വരണം കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു പാകത്തിൽ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനിയിപ്പോൾ വേറൊരു പാനിൽ 500 ml പാലെടുത്തുക്കണേ. അതിൽക്കും ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇത് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. അതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് കട്ടല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇത് ഈ ഒരു ചൂടായ പാലിലേക്ക് ഒന്ന് കട്ടാതെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ നമ്മളെ കസ്റ്റാർഡും റെഡി ആയിട്ടോ. ഈ ഒരു അളവായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണേ. ഇനിയിപ്പോൾ ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഇതായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണം കേട്ടോ. ഇപ്പോൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഇതാ ഞാൻ ഒരു 2 കയ്യിൽ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുത്തിരിക്കണേ. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇതാ ബ്രെഡിൻ്റെ ആ ഒരു ബ്രൗൺ കളറൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു എല്ലാ ബ്രെഡ് സ്ലൈസിൻ്റെ മുകൾക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മാംഗോ പൾപ്പ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് അങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ മുകൾക്ക് ഏതെങ്കിലും ഒരു നട്ട്സ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കാഷ്യൂ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ബദാം ആണെങ്കിലും പിസ്ത ആണെങ്കിലും ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ വീണ്ടും ബ്രെഡിൻ്റെ സ്ലൈസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ബ്രെഡ് നമ്മൾ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുത്തതാണ്. പിന്നെ ഇപ്പോൾ ബാക്കിയുള്ള ആ ഒരു മാംഗോ പൾപ്പും കൂടി അതിൻ്റെ മുകൾക്ക് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകൾക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കസ്റ്റാർഡ് മൊത്തത്തിൽ അതിൻ്റെ മുകൾക്ക് ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഇനി അതിൻ്റെ മുകൾക്ക് ഇതാ ബാക്കിയുള്ള കുറച്ച് മാംഗോ പൾപ്പും കൂടിയും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മാംഗോ പൾപ്പ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ കുറച്ചും കൂടിയും നട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മാംഗോ പീസസ് ഒക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി മാംഗോ വെച്ചിട്ടുള്ള ഡെസേർട്ട് റെഡി ആയിക്കണേ. 2 സാധനം നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ ഒരു മാംഗോ സീസണൊക്കെ കഴിയുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.